നമസ്കാരം. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി നിലനിർത്തുവാനുള്ള ഗൂഢാലോചനയൊക്കെ രൂപപ്പെട്ടു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുക. കോൺഗ്രസിനെ പ്രാഥമിക അംഗത്വം തൽക്കാലമില്ലെങ്കിലും ഇങ്ങനെ പോയാൽ രാഹുൽ പാലക്കാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നും രാഹുലിനെതിരെ കേസ് വരുന്നതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുമുള്ള തോന്നൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ശക്തമായി തോന്നുകയാണ്. രാഹുലിനെ വെട്ടിവീഴ്ത്തുവാൻ മുൻകൈയെടുത്ത നേതാക്കളെ പിന്തുണയ്ക്കുവാൻ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ കൂടി ഉള്ളതുകൊണ്ട് അവർ വീണ്ടും കുത്തിത്തിരിപ്പുമായി രംഗത്ത് തന്നെയുണ്ട്. പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ ഒന്നിനോടും പ്രതികരിക്കാതെ രാഹുൽ മുമ്പോട്ട് തന്നെയാണ്. പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ രാഹുൽ മാങ്കുടത്തിൽ സംസാരിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ ഗൗനിക്കാതെ കൈകൊടുക്കാതെ രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ രാഹുലിനോടുള്ള ചെന്നിത്തലയുടെ ശത്രുതയുടെ ലക്ഷണമായി ചാനലുകളും പത്രങ്ങളും ഇത് ഉയർത്തിക്കാട്ടി. വാസ്തവത്തിൽ അതൊരു വ്യാജ വാർത്തയെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഒരു യൂട്യൂബ് ചാനൽ ഇത് സംബന്ധിച്ച് പുറത്തു വന്നത് താൻ അവിടെ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തല പറഞ്ഞു, സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ പോയാൽ കാണാമെന്ന് പറഞ്ഞ് വിട്ടതാണ്. എങ്ങനെയാണ് പാലക്കാട്ടെ പ്രവർത്തനമെന്നൊക്കെ ചോദിച്ചത് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ്. അവിടുന്ന് ജനറൽ സെക്രട്ടറിയും കണ്ട് സമ്മേളന സ്ഥലത്ത് ഇരിക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല മടങ്ങാൻ തീരുമാനിച്ച് എഴുന്നേറ്റപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ ഷേക്ക് ഹാൻഡ് കൊടുത്ത് യാത്രയാക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ടില്ല എന്നതാണ് വാസ്തവം. ആ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. ഇതാണ് രാഹുലിനെ അവഗണിച്ചു ചെന്നിത്തല എന്ന വാർത്തയുടെ പിന്നിൽ. അതേസമയം പുറത്ത് സംഭവിച്ചത് ആരും വാർത്തയാക്കിയതുമില്ല. ചെന്നിത്തലയുടെ പിന്നാലെ രാഹുൽ മാങ്കുടത്തിലും പോകാൻ ഇറങ്ങി. പുറത്തെത്തിയപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ വണ്ടി കാത്തു നിൽക്കുന്നു. ചെന്നിത്തലയുടെ വണ്ടി അടുത്തുകൂടി പോയപ്പോൾ വണ്ടി നിർത്തി, നിനക്ക് വണ്ടിയുണ്ടോ, ഇല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളൂ, ഞാൻ കൊണ്ടുചെന്ന് വിടാം എന്നുവരെ ചെന്നിത്തല പറഞ്ഞു. ഇതാണ് രാഹുൽ മാങ്കുടം പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കുടത്തിലെ വണ്ടി വരുന്നതുവരെ ചെന്നിത്തല കുശലം പറഞ്ഞത് കണ്ട മാധ്യമ പ്രവർത്തകരുണ്ട്. പക്ഷേ ചാനലുകളും പത്രങ്ങളും എഴുതിയത് രാഹുൽ മാങ്കുടത്തിന് കൈ കൊടുക്കാൻ വിസമ്മതിച്ച മൈൻഡ് ചെയ്യാതെ പോയ ചെന്നിത്തല എന്നാണ്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നിരന്തരമായി സൃഷ്ടിച്ച് രാഹുൽ മാങ്കുടത്തിലെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്താൻ പലരും കിണഞ്ഞു ശ്രമിക്കുകയാണ്. രാഹുലിന് സീറ്റ് കൊടുക്കരുതേ എന്ന PJ കുര്യൻ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു. പിന്നീട് PJ കുര്യൻ തന്നെ ഇത് നിഷേധിച്ചു. രാഹുൽ മാങ്കുടത്തിലും PJ കുര്യനും തമ്മിൽ സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കുടത്തെ തിരിച്ചെടുക്കണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് PJ കുര്യൻ പറയുന്ന സാഹചര്യവുമുണ്ടായി. മാത്രമല്ല, മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെയാണ് രാഹുൽ ഈ ചടങ്ങിലും ഇരുന്നത്. രാഹുലിനെതിരെ നിരന്തരമായ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലാകട്ടെ ഇതൊന്നും ഗവനിക്കാതെ സജീവമായി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുകയാണ്. ചില നേതാക്കന്മാർ നടത്തുന്ന സദാചാര പ്രസംഗം രാഹുൽ വിചാരിച്ചാൽ ഇല്ലാതാകുന്നതേ ഉള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിയാം. ഒരു നേതാവിന്റെ ഭാര്യ രാഹുൽ മാങ്കുടത്തിനെതിരെ കവിത എഴുതിയത് പോലും ഇത്തരം മുന്നറിയിപ്പുകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി സംയമനം പാലിക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കുടത്തിൽ ഓരോ നിമിഷവും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ അങ്ങനെ അത്ര വേഗത്തിൽ തള്ളിക്കളയുവാൻ കഴിയില്ല എന്ന് അവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു പുതിയ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. അതായത് രാഹുൽ മാങ്കുടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതി എത്തുന്നു. പരാതിയേക്കാളും ഇത് നൽകുന്ന ടൈമിംഗ് ആണ് ആളുകളെ ഈ ഒരു കേസിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതെന്ന് എടുത്തു പറയണം. മുൻപ് ഇലക്ഷൻ സമയത്തായിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകൾ തുടങ്ങിയപ്പോഴാണ് ഇത് വന്നതെന്നാണ്. അപ്പോഴാണ് ഈ പരാതി എത്തിയിരിക്കുന്നത്. ഇനി പരാതിയാണെങ്കിൽ വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു, കുടുംബജീവിതം തകർത്തു, വലിയ മാനനഷ്ടം ഉണ്ടാക്കി തുടങ്ങിയ പരാതികളാണ് യുവതിയുടെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു പരാതി മാങ്കുടത്തിനെതിരെ യുവതിയുടെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കുടത്തിന് ഗുണം ചെയ്യുമെന്നതാണ് മറ്റൊരു വസ്തുത. യുവതി പറഞ്ഞിരിക്കുന്നത് താനും ഭർത്താവും തമ്മിൽ അധിക ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല, 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു, ഭർത്താവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് രാഹുലുമായി ബന്ധമുണ്ടായത്, വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ചത് എന്നാണ്. എന്തായാലും ഭർത്താവ് കൊടുത്ത പരാതിയിൽ പറയുന്നത്, ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു, ഞങ്ങൾ ദീർഘകാലമേ ഒരുമിച്ചാണ് കഴിഞ്ഞത്, വല്ലപ്പോഴും മാത്രമേ വേർപിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ അടുപ്പവും സൗഹൃദവും ഇല്ലാതാക്കിയത് രാഹുൽ മാങ്കുടത്തിലാണ്, ഞങ്ങളുടെ കുടുംബജീവിതം തകർത്തു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ രണ്ടുപേരുടെ നിലപാട് വ്യത്യസ്തമാണ്. വാസ്തവത്തിൽ ഭർത്താവിന്റെ ഈ പരാതി രാഹുലിന് ഗുണമാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ പരാതിയുടെ പേരിലാണെന്ന് ഓർക്കണം ഇപ്പോൾ രാഹുൽ വീണ്ടും കുരുക്കിലെന്ന് മാധ്യമങ്ങൾ ബഹളം വെക്കുന്നത്. എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കുടത്തിനെ പതിയിരുന്ന് ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന് തെളിവായി മാറുകയാണ് ഈ ഒരു വാർത്തകളൊക്കെ തന്നെ.
ഈ വാർത്തകളൊക്കെ തന്നെ കണ്ട് കുലുങ്ങില്ലെന്നും താൻ പാലക്കാട്ടെ MLA-മായും പൊതുപ്രവർത്തകനുമാണ്, തന്റെ ഉത്തരവാദിത്തം ഭംഗിയെ നിറവേറ്റും, തെരഞ്ഞെടുപ്പ് സമയമാവട്ടെ അപ്പോൾ കാണാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കഴിയുന്നത്. രാഹുലിനെ എങ്ങനെയെങ്കിലും അടിച്ചു വീഴ്ത്തി കുപ്പിയിലാക്കാൻ ശ്രമിച്ച നേതാക്കളൊക്കെ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്ത് വരികയായിരുന്നു. ഈ വിവാദങ്ങളിലൊന്നും ചെവി കൊടുക്കാതെ രാഹുൽ നേരെ പാലക്കാട്ടേക്ക് താമസം മാറ്റി പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും രാഹുലിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. എല്ലാ പരിപാടികളും രാഹുൽ സജീവമായി തന്നെയുണ്ട്. ഇനി അങ്ങോട്ട് പലതരം ബോംബുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കേസിന്റെ പോക്കിൽ അതിജീവിതയിൽ നിന്നും അതിജീവിതനായി മാറിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വാർത്താമാധ്യമങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BNS 84 പ്രകാരം കേസ് എടുക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് DGPക്ക് നൽകിയ പരാതിയിൽ യുവാവ് ഉന്നയിക്കുന്നത്. ഈ ടിയാന്റെ അഭിപ്രായത്തിൽ ഈ പീഡന വിഷയത്തിൽ യഥാർത്ഥ ഇര താനാണ്. യുവതിക്ക് ഭർത്താവുമായുള്ള ബന്ധം ഉലഞ്ഞു നിൽക്കവേ അത് പരിഹരിക്കാനാണ് താൻ ഇടപെട്ടതെന്നാണ് രാഹുലിന്റെ വിശദീകരണം. ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ രംഗപ്രവേശനം. താൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കാനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ താനുമായി ഒരു തവണ പോലും രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നും പരാതിക്കാരൻ പറയുകയുണ്ടായി. ഇപ്പോൾ കേസിന്റെ ഗതി മാറി മറിയുകയാണ്. എന്നാലും ഇതൊരു നനഞ്ഞ പടക്കമാണെന്ന് അറിഞ്ഞിട്ടും ഇലക്ഷൻ സമയത്ത് ഈ ഒരൊറ്റ വിഷയത്തിന്മേൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ തോൽവിയാണ് ഉണ്ടായതെന്ന് അറിഞ്ഞിട്ടും ഇതേ വിഷയം തന്നെ വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ്. എങ്ങനെയെങ്കിലും നിയമസഭാ ഇലക്ഷൻ വരെ മാത്രമേ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. കുറച്ച് മാധ്യമ ശ്രദ്ധ, കുറച്ച് വോട്ട്, എങ്ങനെയെങ്കിലും ജയിക്കണം, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ പൊക്കിക്കൊണ്ടുവരുന്നവരെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം തന്നെ ഉണ്ടാകണം. ആരാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞ് കൃത്യമായി അവരെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഇത്തരം ചീഞ്ഞ ട്രിക്കുകൾ മാത്രമായിരിക്കും നമ്മുടെ രാഷ്ട്രീയ ആയുധമായി മാറുക.